രാജ്യത്തെ നടക്കുന്ന ആൾക്കൂട്ട ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ വർഷം മാത്രം രാജ്യത്ത് നടന്നത് കരൂർ ദുരന്തം ഉൾപ്പെടെ 8 ആൾക്കൂട്ട ദുരന്തങ്ങളാണ്. പുതുവർഷം ആദ്യം ഞെട്ടിച്ചത് തിരുപ്പതി തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ ദുരന്തമായിരുന്നു. അവിടെ വൈകുണ്ഠ ഏകാദശി ദർശനത്തിലുള്ള കൂപ്പൺ വിതരണത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 3 സ്ത്രീകളടക്കം 6 പേരാണ്. 12 പേർക്കാണ് പരുക്കേറ്റത്. ജനുവരിയിൽ തന്നെ ജനുവരി 29-ന് യുപിയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 തീർത്ഥാടകർ മരിച്ചു. 90 പേർക്ക് പരിക്കേറ്റു. ഫെബ്രുവരിയിലും സമാന സംഭവമുണ്ടായി. ഫെബ്രുവരി 15-ന് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വൻ ദുരന്തമുണ്ടായി. 3 കുഞ്ഞുങ്ങളടക്കം 18 പേരാണ് മരിച്ചത്. 18 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് മെയ് 3-ന് വടക്കൻ ഗോവയിൽ ഷിർഗാവ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. ജൂൺ 4-നായിരുന്നു രാജ്യത്തിനെ നടുക്കിയ ആ വലിയ ദുരന്തം ബംഗളൂരുവിൽ നടന്നത്. IPL-ലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കന്നി IPL കിരീട നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും 37 മരണം സംഭവിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. ജൂൺ 29-ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ അകലെയുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള തിരക്കിനിടെ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 50 പേർക്ക് പരിക്കേറ്റു. ജൂലൈ 27-ന് ഹരിദ്വാറിലെ മാനസാദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴിതാ കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ വലിയ ദുരന്തം. 39 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കാം. ഇക്കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ റാലികളും മതപരമായ ചടങ്ങുകളും സിനിമാ താരങ്ങളുടെ വരവുമടക്കം ദുരന്ത ഭൂമിയായി. കഴിഞ്ഞ വർഷം അവസാനം 2024 ഡിസംബറിൽ പുഷ്പ 2-വിന്റെ ഫാൻ ഷോയ്ക്ക് അല്ലു അർജുൻ എത്തിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചിരുന്നു. അന്നത് വലിയ വിവാദമാവുകയും അല്ലു അർജുനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ നടുക്കിയ ചില ആൾക്കൂട്ട ദുരന്തങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. 2003-ൽ ജൂലൈ 27 മുതൽ സെപ്റ്റംബർ 7 വരെ നടന്ന കുംഭമേളയിൽ പുണ്യസ്നാനത്തിനായി കാത്തുനിന്നവർക്കിടയിൽ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. സന്യാസിമാരുടെ സ്നാനം കഴിയാനായി കാത്തുനിന്നവർക്കിടയിലേക്ക് സന്യാസികളിൽ ഒരാൾ വെള്ളി നാണയങ്ങൾ എറിഞ്ഞെന്നാണ് ചില റിപ്പോർട്ടുകൾ. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ചു. മഹാരാഷ്ട്രയിലെ സത്താര ജില്ലയിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ മന്ദിർ ദേവി ക്ഷേത്രത്തിൽ 2005 ജനുവരി 25-ന് പൗർണമി ദിനത്തിലാണ് മറ്റൊരു വലിയ ദുരന്തമുണ്ടായത്. ക്ഷേത്രത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലെ കൽപ്പടികളിൽ നിന്നും ആളുകൾ വഴുതി വീഴാൻ തുടങ്ങിയതും ഇതേ സമയം തന്നെ അടുത്തുണ്ടായിരുന്ന കടയിൽ നിന്നും തീ പടർന്ന് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും ചേർന്ന് വലിയ പരിഭ്രാന്തി ഉണ്ടായി. അന്ന് തിക്കിലും തിരക്കിലും പെട്ട് 341 പേരാണ് മരിച്ചത്. 2008 ഓഗസ്റ്റ് 3-ന് ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ നൈനാദേവി ക്ഷേത്രത്തിലുണ്ടായ ദുരന്തത്തിൽ 162 പേരാണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായി എന്ന തെറ്റായ വിവരം പടർന്നതാണ് ഈ ദുരന്തത്തിന് കാരണമായത്. 2008 സെപ്റ്റംബർ 30-ന് ജോധ്പൂരിലെ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലുണ്ടായ ദുരന്തത്തിൽ 224 പേരാണ് മരിച്ചത്. ഇത് ഔദ്യോഗിക കണക്കുകൾ മാത്രം. നവരാത്രിയുടെ ആദ്യ ദിവസമായിരുന്ന അന്ന് 25,000 പേരോളം ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ബോംബ് വെച്ചെന്ന വ്യാജ വാർത്തയായിരുന്നു തിക്കിനും തിരക്കിനും ഇടയാക്കിയത്. ഉത്തർപ്രദേശിലെ കൃപാലു മഹാരാജ് ആശ്രമത്തിലെ റാം ജാനകി ക്ഷേത്രത്തിൽ 2010 മാർച്ച് 4-നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 63 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 37 കുട്ടികളും ഉണ്ടായിരുന്നു. കൃപാലു മഹാരാജിന്റെ ഭാര്യയുടെ മരണവാർഷികത്തിൽ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷണവും വസ്ത്രവും മറ്റും വാങ്ങാൻ എത്തിയവരായിരുന്നു മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും. 2013 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ രത്നാഗർ മാതാ ക്ഷേത്രത്തിനടുത്തുണ്ടായ ദുരന്തത്തിൽ 115 പേരാണ് മരിച്ചത്. അമ്പലത്തിനടുത്തുള്ള പാലത്തിന്റെ കൈവരികളിൽ ചിലത് തകർന്നത് പാലം തകരാൻ പോവുകയാണെന്ന പ്രതീതി ഉണ്ടാക്കിയതാണ് കാരണം. കേരളത്തിന് അത്ര പരിചിതമല്ല ആൾക്കൂട്ട ദുരന്തങ്ങളെങ്കിലും കേരളത്തിനെ നടുക്കിയ സംഭവങ്ങളുമുണ്ട്. 2011 ജനുവരി 14-ലെ പുല്ലുമേട് ദുരന്തം. 102 ശബരിമല തീർത്ഥാടകരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്.
മകരജ്യോതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അയ്യപ്പ ഭക്തർ മരിച്ചത്. ശബരിമലയിൽ സമാനമായ മറ്റൊരു ദുരന്തം ഉണ്ടാകുന്നത് 1999 ജനുവരി 14-നാണ്. അന്നും അപകടം മകരജ്യോതി നാളിൽ തന്നെ. പമ്പ ബേസ് ക്യാമ്പിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 53 പേരാണ് മരിച്ചത്. ഇതിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തു നിന്നുള്ള ശബരിമല തീർത്ഥാടകരായിരുന്നു. പുല്ലുമേടിന് സമാനമായി തീർത്ഥാടകർ ജ്യോതി കണ്ട് പിരിയുമ്പോഴായിരുന്നു ഈ സംഭവം. 2023 നവംബർ 25-ലായിരുന്നു കുസാറ്റിൽ വലിയ ദുരന്തമുണ്ടായത്. കൊച്ചി കുസാറ്റിൽ നടന്ന ടെക് ഫെസ്റ്റിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 4 വിദ്യാർത്ഥികളാണ് അന്ന് മരിച്ചത്.